ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേതുണ്ടല്ലോ ഒരു കിടിലം നിക്കാഹിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ നെയ്ബറാണ് കേട്ടോ കല്യാണ ചെക്കന്. അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ കൂടി വേണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അങ്ങനെ ദേ രാവിലെ കല്യാണത്തിന് പോകാൻ റെഡി ആയപ്പോൾ മുറ്റത്ത് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തതാണ്. ഇതേപോലെ മെയിൻ റോഡിൽ നിന്നൊരു ഇടവഴിയിലോട്ടാണ് കേട്ടോ വീട്. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. ഞാനിങ്ങനെ വണ്ടിക്കകത്ത് കയറി സ്ഥലമൊക്കെ പിടിച്ച് നല്ല സേഫായിട്ട് ഇരുന്നു. കല്യാണ ചെക്കൻ്റെ വീട് ഇതാണ്. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഈ വീട് എടുത്ത് കാണിക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല അടിപൊളി മാങ്ങ കായ്ക്കുന്ന മരമുണ്ട് കേട്ടോ. നല്ല അലുവ മാങ്ങ. അതിൻ്റെ ഒരു ഷോർട്ട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കുറേ കഴിഞ്ഞിങ്ങനെ യാത്രയൊക്കെ തുടർന്നിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം എൻ്റെ വീട് കൊട്ടാരക്കരയാണ്, ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ വീടെന്ന് പറയുന്നത് അടൂരാണ് കേട്ടോ. അങ്ങനെ വണ്ടിക്കകത്ത് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട്. പാട്ടൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളിതേ ഗ്രീൻ വാലി കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു കിഡിലം ഓഡിറ്റോറിയമാണ് കേട്ടോ. അത് ഓഡിറ്റോറിയമാണെന്നൊന്നും തോന്നത്തില്ല, ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് പഠിപ്പിച്ചിരുന്നൊരു കുട്ടിയുടെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡപത്തിനെ പറ്റി എനിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇതേപോലെ പിസ്ത ഷേക്കും അതുപോലെ പിസ്ത ജ്യൂസും പിന്നെ ഇതേപോലെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ദേ ഇനി ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു. അപ്പം അവർ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ളതില്ലേ, അപ്പോൾ കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി സമാധാനമായിട്ടിരിക്കുക. അപ്പം വെജിറ്റേറിയൻ ഫുഡൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പം ഇതേപോലെ കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണം ബിരിയാണി പൊളിയല്ലേ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദേ നല്ല ഡേറ്റ്സ് പിക്കിളും നാരങ്ങാച്ചാറും പിന്നെ സലാഡും പപ്പടവും കിഡിലം ബീഫ് ബിരിയാണിയായിരുന്നു. കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം സലാഡും പിന്നെ അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ വാനില ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഫ്രൂട്ട് സലാഡാക്കി അങ്ങ് കഴിച്ചേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. അപ്പം കല്യാണ ചെക്കനും പെണ്ണും ഒക്കെ അതെ അവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ കല്യാണം ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. എന്നാലും പിന്നെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവർ ഈ താലി കെട്ടുന്നതൊക്കെ പണ്ടൊക്കെ അകത്ത് വെച്ചൊക്കെ ആയിരുന്നല്ലോ, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് തന്നെ താലി കെട്ടുന്നതും അങ്ങനെ പിന്നെ ബാക്കി അവരുടെ കുറേ ആചാരപരമായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിനി ബസ് പിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ കുളത്തിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങോട്ട് പോയപ്പോൾ എടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വന്നപ്പോഴും വലുതായിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി ഈ യാത്രയൊക്കെ കഴിഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ശരിക്കും നല്ല സന്തോഷമായിട്ടൊക്കെ പോയതാണെങ്കിലും മനസ്സിന് നല്ല നൊമ്പരമുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ കേരളം ഉണ്ടല്ലോ എന്തോ ഒരു ഭംഗിയാണ്. അപ്പം അതിന് കണ്ണ് തട്ടിയത് പോലാണ് കേട്ടോ ഇപ്പം നടന്ന ഈ ഒരു ദുരന്തം. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ വയനാട് നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ച് അപ്രതീക്ഷിതമായിട്ട് അവർ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞ് പോയതുണ്ടല്ലോ. ശരിക്കും ഇതിനൊക്കെ കുറേ ഉത്തരവാദികൾ നമ്മളും കൂടെ തന്നെയാണ്. പ്രകൃതിയെ നോവിച്ചപ്പോൾ അത് തിരിച്ചിങ്ങനെ ഒന്ന് തന്നതാണ്. അതിൻ്റെ പ്രഹരം പക്ഷേ ഭയങ്കര ശക്തിയേറിയതായിപ്പോയി. അങ്ങനെ ദേ നമ്മൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കര എത്തിക്കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നൊരു സംഭവം വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഗണപതി അമ്പലം തന്നെ. ഇനി ദേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഓവർബ്രിഡ്ജ് കയറിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ കുറച്ച് സമയം അവിടെ കിടന്നു. പിന്നെ നേരെ വീട്ടിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.